ഹോണ്ടൻ്റെ അടുത്ത അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഹോർണറ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. 2025 മോഡൽ ഹോർണറ്റ് 2.0 അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടിക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത്, വണ്ടിയുടെ ഇപ്പോഴത്തെ പുതിയ പ്രൈസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഹോണ്ടൻ്റെ CB200X അപ്ഡേറ്റഡ് മോഡലായിട്ടുള്ള NX200 അവർ ലോഞ്ച് ചെയ്തത്. ആ ഒരു മോഡലിന് കൊടുത്ത അപ്ഡേറ്റ് തന്നെയാണ് ഹോർണറ്റ് 2.0 അവരിപ്പം കൊടുത്തിട്ടുള്ളത്. ഹോർണറ്റ് എന്ന് പറയുന്നത് ഹോണ്ടൻ്റെ ഒരു സ്ട്രീറ്റ് ബൈക്കാണ്. ഒരു 180cc കാറ്റഗറിയിൽ തന്നെ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ ഒന്നാണ് ഹോണ്ടൻ്റെ ഹോർണറ്റ് 2.0. കുറച്ച് മുമ്പ് വരെ വണ്ടിക്ക് സെയിൽസ് ഭയങ്കര കുറവാണ്. കാരണം അപ്ഡേറ്റ് കൊടുക്കാത്തതിന്റെ മെയിൻ പ്രശ്നം തന്നെയാണ്. വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് നോക്കാം. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടുന്ന കളേഴ്സ് ആണ്. അപ്പോൾ പുതിയ കളേഴ്സിന്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള UHD ഫോർക്ക് ആണ്. ബാക്കിൽ നോക്കുവാണെങ്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്ക് വരുന്നുണ്ട്. പഴയ മോഡലിന് ഒരു LCD മീറ്റർ കൺസോൾ ആണ്. അത് മാറ്റിയിട്ട് ഒരു പുതിയ TFT മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4.2 ഇഞ്ചിന്റെ TFT ആണ്. അതിൽ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പോഷ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും ഇപ്പോൾ TFT മീറ്റർ കൺസോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ SP160, SP125 പിന്നെ NX200 TFT മീറ്റർ കൺസോളാണ്. രണ്ടാമത്തെ മാറ്റം വണ്ടിയുടെ ബ്രേക്കിങ്ങിലാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോൾ ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ഡുവൽ ചാനൽ ABS വരുന്നതുകൊണ്ട് തന്നെ സിറ്റി യൂസ് അല്ലെങ്കിൽ ഹൈവേസിലൊക്കെ വണ്ടി എന്തായാലും നമുക്ക് ബ്രേക്കിങ്ങിന് നല്ലൊരു പെർഫോമൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു 160cc ബൈക്കിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ബൈക്കും ഡുവൽ ചാനൽ ABSലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും ഈ ഒരു വണ്ടിക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പുതുതായിട്ട് വണ്ടിക്ക് ഒരു ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൂടി കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ ഒരു അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി വണ്ടിക്ക് അവൈലബിൾ ആയിരിക്കും. കുറച്ചും കൂടി സേഫ്റ്റി വണ്ടിക്ക് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു C-ടൈപ്പിലെ USB ചാർജിങ് പോർട്ടും കൂടി പുതുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ കൊടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വണ്ടിക്ക് ഒരു ഫുള്ളി LED സെറ്റപ്പിലാണ് വരുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. ടയർസൊക്കെ നോക്കുവാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ ഒരു അലോവിയൽ ടയർസ് ആണ്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു 184cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു എഞ്ചിൻ തന്നെയാണ് ഹോണ്ടയുടെ NX200 അവർ യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു എഞ്ചിലെ മാക്സിമം പവർ 16.7 PS ഓഫ് പവറും 15.7 Nm ഓഫ് ടോർക്കാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക്. ഒരു 180cc ഒരു നീറ്റ് ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ഒക്കെ വണ്ടിക്ക് വന്നേക്കുന്നുണ്ട്. പിന്നെ ഹോണ്ട ആയതുകൊണ്ട് എഞ്ചിൻ റിലയബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. വണ്ടിൻ്റെ പവർ ഫിഗേഴ്സിലൊന്നും ഒരു മാറ്റമില്ല. ഒരു സെയിം പവർ ഫിഗേഴ്സ് ആണ് വന്നേക്കുന്നത്. പവറും ടോർക്കൊക്കെ സെയിം തന്നെയാണ്. ഇത് പുതിയ OBD2 എമിഷൻ ആയിട്ടുള്ള എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടി ഒരു എമിഷൻ പാലിച്ച എഞ്ചിനായിരിക്കും. ഇനി വണ്ടിൻ്റെ പുതിയ പ്രൈസിങ് നോക്കാം. ഇത്രയും അപ്ഡേറ്റ് വന്നുകൊണ്ട് തന്നെ ഏകദേശം 18,000 രൂപയാണ് പുതിയ മോഡലിന്, ഈ ഒരു മോഡലിന് അവർ കൂട്ടിയിട്ടുള്ളത്. ആ ഒരു 18,000 രൂപയ്ക്ക് നമുക്ക് ഡുവൽ ചാനൽ ABS, TFT മീറ്റർ കൺസോൾ, ട്രാക്ഷൻ കൺട്രോൾ, സ്ലിപ്പർ ക്ലച്ചും കൂടിയാണ് അവരിപ്പം കൊടുക്കുന്നത്. 1,57,000 രൂപയാണ് പുതിയ ഹോർണറ്റ് 2.0ൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിങ് നമുക്ക് കിട്ടാൻ പോകുന്നത് TVSൻ്റെ RTR 160 ഹീറോൻ്റെ Xtreme 160 ആണ്. പുതിയ ഹോർണറ്റ് 2.0നെ പറ്റി നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.